ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ സ്പെഷ്യൽ വിഷു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനാണെന്നുണ്ടെങ്കിൽ നേരെ വൈകിട്ട് വരുവാട്ടോ. മിത്ര വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. എടുത്ത് വായിക്കും. നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ഹോ ഇതെന്താണ് ശത്രുവാണെന്നാണ് വിചാരം, അത് ഹോട്ടലാണെന്നോ? മര്യാദയ്ക്ക് 10 മണി നേരം സമയം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും അകത്ത് കയറിയിരിക്കണം, അല്ലെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലനകത്തേക്ക് കയറി പോവാ. ആര്യനാണെങ്കിൽ ആകെ വിഷമം വന്നു കേട്ടോ. മിത്ര പറയുന്നുണ്ട്, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. വേണ്ട, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നോക്ക് അപ്പച്ചി ആര്യന് ഇഷ്ടപ്പെട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും കഴിക്കാതെ കിടന്ന അപ്പച്ചിക്ക് ഭയങ്കര വിഷമാവില്ലേ, അതുകൊണ്ട് ആര്യൻ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. ശേഷം ആര്യൻ അവിടുന്ന് ഡ്രസ്സ് മാറുന്ന സമയത്ത് മിത്ര ഒരു ഓംലേറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാ മിത്ര നീ ഇതൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ്. ഇതെന്താ കഷ്ടപ്പാടാവുന്നത്, ഒരു അരമണിക്കൂറത്തെ പണി അത്രയല്ലേ ഉള്ളൂ. അപ്പച്ചി പറഞ്ഞിട്ടുണ്ട് ഓംലേറ്റ് ഉണ്ടെങ്കിൽ ആര്യന് ഒരുപാട് ഫുഡ് കഴിക്കുമെന്ന്, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഫുഡ് വിശക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കും എന്ന് ആര്യം പറയണം. അങ്ങനെ പറ്റില്ലല്ലോ, എന്നാലും നീ കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല. ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് അതൊന്നും സാരില്ല ആര്യ, അല്ലാതെ ഞാൻ അടുക്കളയിൽ കയറാണ്ട് ഓംലെറ്റ് തനിയെ ഉണ്ടാവുമെന്നില്ലല്ലോ, എന്തായാലും ഇത് കഴിക്കേ എന്ന് പറയാണ്. എന്നാലും ഇത്രേ നീ ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് നാളെ മുതലൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ വാങ്ങിക്കാം, എന്നിട്ട് അത് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് അകത്ത് കയറാലോ. കൊള്ളാം. അകത്തവ അകത്ത് നിന്നിട്ടുള്ള വാതിൽ കുറ്റിയിട്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ഞാൻ ധർമ്മൻ മാമനെ വിളിക്കാം എന്ന് പറയാണ് ആര്യൻ. അതൊന്നും വേണ്ട, അപ്പൊ മാമന്റെ ഉറക്കം പോവില്ലേ? അതൊന്നും സാരില്ല ആര്യ, ഞാൻ തന്നെ വാതിൽ തുറന്നു തന്നോളാം. ഒരു അരമണിക്കൂർ വൈകണേന് ഒരു കുഴപ്പമില്ല. ആര്യൻ എപ്പോഴും ഇതുപോലെ വൈകി വരാറൊന്നുമില്ലല്ലോ, വല്ലപ്പോഴും മാത്രമല്ലേ. ഞാൻ വാതിൽ തന്നോളാം. എന്നാലും നീ കഷ്ടപ്പെടുന്നൊക്കെ ആലോചിക്കുമ്പോ ഒരു കഷ്ടപ്പാടില്ല. ഇതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം. എന്താ ആര്യന്റെ സന്തോഷം തോന്നുന്നില്ലേ? അതെ, സന്തോഷമൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി കാത്തിരിക്കാനും ഭക്ഷണം തരാനൊക്കെ ഒരാളെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ. അപ്പൊ ആ സന്തോഷം മാത്രം മുന്നിൽ കണ്ടാൽ മതി. ഞാൻ എപ്പോ പോയിട്ട് ഭക്ഷണം എടുത്തിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ മിത്ര ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാണ്. ആര്യൻ അങ്ങനെ മിത്ര പറയ ഭക്ഷണം എടുത്ത് വരുമ്പോ മിത്ര എടുത്ത് പറയണ്ട, അതെ നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ട് ആലുവ വരെ ഒന്ന് പോകണം. ആലുവ വരെയോ? അത്ര ദൂരമോ? അതെ, ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്, പോയേ പറ്റൂ മിത്ര എന്ന് പറയാണ്. അയ്യോ നാളെ വിഷു അല്ല ആര്യ, നാളെ പോകണ്ട ആര്യ, മറ്റന്നാൾ പോവാം. അയ്യോ പറ്റില്ല ആര്യ, ആ കമ്പനി മിത്ര പറ്റില്ല മിത്ര, ആ കമ്പനി പോയേ പറ്റൂ, നമുക്ക് നല്ലൊരു ജോലിയാണ്, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളവർത്തൊക്കെ എന്ത് പറയും? അത് നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യും മിത്ര, എനിക്ക് പോകണം, അതുകൊണ്ടിട്ടല്ലേ. ശരി, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ തിരിയുമ്പോഴേക്കും അവിടേക്ക് വീഴാൻ പോവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ മിത്ര കയറി പിടിക്കാൻ പോകുമ്പോഴേക്കും മിത്ര ആര്യന്റെ മേളിലേക്ക് വീഴണം. കുറച്ചേരം അവർ കണ്ണോട് കണ്ണ് നോക്കിയിരിക്കും കേട്ടോ. അതിനുശേഷം ആര്യൻ പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. മിത്ര, ഇനി ഞാൻ വീഴാൻ പോയാലേ നീ രക്ഷിക്കാൻ വേണ്ടി ചാടിക്കേറി വരണ്ട കേട്ടോ. അതെന്താ? അത് വേറൊന്നല്ല, നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചാടിക്കേറി വരും, നീ എന്റെ മേത്തേക്ക് വീഴും. നിനക്ക് എന്തൊരു വെയിറ്റ് ആണ്, എന്റെ നടു ഒടിഞ്ഞു. എനിക്ക് അത്ര വെയിറ്റ് ഒന്നും ഇല്ല എന്ന് മിത്ര പറയാണ്. ഓഹോ, വെയിറ്റ് ഇല്ല, നിനക്ക് അത്ര ഉറപ്പാണ് വെയിറ്റ് ഇല്ലെന്ന്? അത്ര ഉറപ്പാ, എനിക്ക് വെയിറ്റ് ഒന്നും ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ വെയിറ്റ് ഉണ്ടെന്ന്, നിനക്ക് ഒട്ടും വെയിറ്റ് ഇല്ല, ഒരു പന്നിക്കെട്ട് പോലെയാ ഉള്ളത്, പോ ആര്യ അവിടെ നിന്ന് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ആര്യൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ മിത്രക്ക് ചെറിയ നാണമൊക്കെ വരുവാട്ടോ. അതിനുശേഷം രാവിലെ തന്നെ വിഷുവായിട്ട് നമ്മുടെ ബാലൻ മിത്രയുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് വഴിയരികിൽ. എന്നിട്ട് അയാളെ വെല്ലുവിളിക്കുന്നുണ്ട്, നോക്ക് മിത്ര നിങ്ങളുടെ മകളൊക്കെ ആയിരിക്കും, എനിക്ക് അങ്ങനത്തെ ഒരു മകളില്ല എന്ന് അയാൾ പറയുമ്പോഴേക്കും ബാലൻ പറയണ്ട, നിങ്ങളുടെ മകളില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എന്റെ ദേവമംഗലത്തെ ഒരു പെൺകുട്ടിയുണ്ട് മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള, എന്റെ മകന്റെ ഭാര്യയാണ്, ഇളയ മകന്റെ ഭാര്യ, എന്റെ മോളാണ്. അവളുടെ മേലിൽ ഇനി നിങ്ങൾ ഇതിന് വഴക്കോ അല്ലെങ്കിൽ കൈ വെക്കാനോ ശ്രമിച്ചാൽ ഈ ബാലൻ വെറുതെ ഇരിക്കില്ല. അത് പറയാൻ വേണ്ട വിഷുവായിട്ട് ഞാൻ നിങ്ങളെ കാത്തിരുന്നത്, കേട്ടല്ലോ എന്ന് പറയാണ്. അപ്പൊ ബാലൻ പോവാൻ പോകുമ്പോഴേക്കും അലോക ബാലിനെ അടിക്കാൻ വേണ്ടി വരും കേട്ടോ. എന്താടാ നിനക്ക് അടിക്കണമെന്നുണ്ടോ? നിന്നോട് കൂടി ഞാൻ പറഞ്ഞത്, മിത്രനെ കാണുമ്പോഴോ നിനക്ക് ചെറിയൊരു വഴക്കും വക്കാണോ ഒക്കെ ഉണ്ട്, അവൾ അടിക്കാൻ വേണ്ടി നീ ഒരുപാട് പ്രാവശ്യം കൈ ഓങ്ങാറുണ്ട്. മിത്രേ, എന്റെ മോള, ഇനി മുതൽ നിങ്ങളുടെ അല്ല അവള്, എന്റെ ദൈവമംഗലത്തിന്റെ മകളാ അവള്, പറഞ്ഞേക്കാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാലിനെ അവിടുന്ന് പോകും കേട്ടോ വെല്ലുവിളിച്ചിട്ട്. അതിനുശേഷം എന്നുണ്ടെങ്കിൽ വിഷു ആണ് കാണിക്കുന്നത്. വിഷുവിനെ അങ്ങനെ എല്ലാവരും നല്ല സുന്ദരമാരമാരായിട്ട് അങ്ങനെ അണിഞ്ഞൊരുങ്ങി അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ദേവിയാണ് കണിയൊക്കെ ഒരുക്കിക്കണം. അപ്പൊ ദേവി മീനാക്ഷിയടുത്തും മിത്രടുത്തും പറയുന്നുണ്ട്, വീട്ടിലുള്ള സമയത്ത് ഞാനാണ് കണിയൊക്കെ ഒരുക്കണത്, അച്ഛൻ നമുക്ക് നിർബന്ധമാണ് ഞാൻ തന്നെ കണി ഒരുക്കണമെന്ന്. അത് കൊള്ളാലോ, ഞാൻ കണിയൊരുക്കിയാലേ ആ വർഷം ഐശ്വര്യമായിരിക്കും എന്ന് അമ്മ പറയാറ്. അപ്പൊ ഈ വർഷം ദേവിയടുത്ത് ഇവിടെ കണി ഒരുക്കിയോണ്ട് ഈ വർഷം നല്ല ഐശ്വര്യമായിരിക്കും അല്ലേ? അതിലെന്താ സംശയം, നാളെ കണി കാണുമ്പോഴേ ഐശ്വര്യം കൂടും എന്ന് ദേവി പറയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ വിഷു ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കാട്ടോ. ബാലൻ വരുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ രക്ഷിച്ചോളനെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ശേഷം ബാലൻ വിഷു കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. കുറെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു മൂലക്ക് ഡ്രസ്സുകൾ വെക്കുകയാണ്, പാക്കറ്റുകൾ. ശേഷം വിഷു കഴിഞ്ഞിട്ട് എടുത്തിട്ട് ആദ്യം ഒരു 100 രൂപ എടുക്കുകയാണ്. എന്നിട്ട് പറയണ്ടേ, ഈ 100 രൂപ ആദ്യം ഞാൻ എന്റെ വിഷു കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ഈ വീടായിട്ട് കാത്തു സൂക്ഷിക്കണം ഐശ്വര്യ ദേവതയായിട്ടുള്ള എന്റെ ഭാര്യയായിട്ടുള്ള ഗോമതിക്കാണ്. ബാലേട്ട എനിക്കോ? പിന്നല്ലാതെ താനല്ലേടോ ഈ വീടിന്റെ ഐശ്വര്യം, എന്റെ ഐശ്വര്യം. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും, അതെല്ലാ ഭാര്യ ഭർത്താക്കന്മാരുള്ള വഴക്കുകളല്ലേ, താനില്ലെങ്കിൽ ഞാനുണ്ടോടോ, അതുകൊണ്ട് ആദ്യത്തെ വിഷു കഴിഞ്ഞിട്ട് തനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഗോമതിക്ക് വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാണ്. ഗോമതിയുടെ കണ്ണൊക്കെ ഒന്ന് നിറയാട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. ശേഷം ബാലൻ അടുത്ത 100 രൂപ എടുക്കുന്നുണ്ട്.
ഇതെന്റെ നിഴലായി കൂടെ നിൽക്കണ പ്രിയപ്പെട്ട അളിയന്, അയ്യോ സോറി അളിയനല്ല, എന്റെ ആദ്യത്തെ മകന് ധർമ്മന്, വാടാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ധർമ്മനും ഭയങ്കര സന്തോഷാവാണ്. ധർമ്മന് 100 രൂപ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ഡ്രസ്സും കൊടുക്കുന്നുണ്ട്. ധർമ്മന സന്തോഷാവാണ് കേട്ടോ. പിന്നീട് ബാലൻ പറഞ്ഞത്, ഇനി എന്റെ മൂത്ത മരുമകൾ ദേവി വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ദേവി വരുമ്പോൾ ദേവിക്ക് 100 രൂപ കൊടുക്കുന്നുണ്ട്. ദേവിക്കും ഡ്രസ്സ് കൊടുക്കുകയാണ്. ദേവിക്കും സന്തോഷമാണ്. എല്ലാവരും ബാലന്റെ കാലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തൊഴുന്നുണ്ട്, അനുഗ്രഹം വാങ്ങിക്കണ പോലെ ജസ്റ്റ് തൊട്ട് തൊഴുന്നുണ്ട്. പിന്നീട് എന്റെ മൂത്ത മകൻ ആനന്ദ് വാട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ആനന്ദിനെ വിഷുക്കഴിഞ്ഞിട്ട് പിന്നീട് മീനാക്ഷിനെ വിളിക്കണം. മോളെ മീനാക്ഷി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മീനാക്ഷിയും പോയിട്ട് വിഷുക്കഴിഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. ആര്യനെയും വിളിക്കുന്നുണ്ട്. ആര്യൻ ആകാശിനെ വിളിക്കേണ്ട, ആകാശം പോകുന്നുണ്ട്. അതിനുശേഷം മോളെ മിത്രേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ബാലൻ വിളിക്കുകയാണ്. മിത്രക്കും വിഷുക്കഴിഞ്ഞിട്ടും കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാലൻ അടുത്ത വിഷുക്കഴിഞ്ഞിട്ട് എടുത്തിട്ട് ആര്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആര്യൻ അവിടെ കാണുന്നില്ല. അയ്യോ ആര്യൻ ഇതെവിടെ എന്ന് ബാലൻ ചോദിക്കുമ്പോഴേക്കും മിത്ര, അത് ആര്യൻ എവിടെ മോളെ, ആര്യൻ എവിടെ, അവനിവിടെ കാണുന്നില്ലല്ലോ. അത് ആര്യൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തോ, ഏത് പുറത്ത്, അവനെ വിളിക്കേ, അത് കുറച്ച് ദൂരെയോ, അതെ ആലുവ വരെ. കൊള്ളാം, അവൻ എന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെ പോയതാണ്. വിഷു ആയിട്ട് അവൻ പോയത് കണ്ടില്ലേ, ഇവിടെ ഞാൻ വിഷു കഴിഞ്ഞിട്ടും കൊടുക്കുന്നു. അവനറിയാം അവൻ മനഃപൂർവ്വം ഇവിടുന്ന് പോയതാണ്, അവൻ എന്നെ അപമാനിക്കാൻ വേണ്ടി. അല്ലെങ്കിലും പോട്ടെ, അങ്ങനെയുള്ളവരൊക്കെ പോണതാ നല്ലത് എന്ന് പറയാണ്. അത് കേൾക്കണത് മിത്ര ഒന്ന് കരയാട്ടോ. മിത്ര കരയുമ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞ, അയ്യോ മിത്ര കരയല്ലേ, ബാലച്ചൻ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്, ആര്യം മാത്രമല്ലല്ലോ, അതുകൊണ്ടാ ബാലച്ചന വിഷമം എന്ന് പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, കണ്ടില്ലേ ബാലേട്ട, നല്ലൊരു ദിവസമായിട്ട് മിത്രമോള് കരയണത്, എന്തിനാ ബാലേട്ട അവളുടെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ അവൾക്ക് സഹിക്കോ? അയ്യോ മോളെ മിത്രേ, ഞാൻ പറഞ്ഞത് മോൾക്ക് വിഷമോയോ? നോക്ക്, ഞാൻ ദേഷ്യം കൊണ്ടാ പറഞ്ഞെന്ന് മോൾക്ക് തോന്നിയോ? ഒരിക്കലുമില്ല മോളെ, ഇവരെല്ലാരും ഇവിടെ നിൽക്കുന്നു, അവൻ മാത്രം ഇവിടെ ഇല്ല, എനിക്കെന്താ വിഷമമില്ലാതിരിക്കോ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ എന്ന് പറഞ്ഞു. മോള് വിഷമിക്കല്ലേ, മോള് കണ്ണു തുടച്ച് എന്നൊക്കെ പറയാണ്. അങ്ങനെ മിത്ര കണ്ണൊക്കെ തുടക്കുന്നുണ്ട്. അങ്ങനെ ബാലൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, എന്നാ മോൾക്കുള്ള വിഷുക്കേ കേട്ടോ, എന്നാ ഇതൊക്കെ കൊടുക്കാനും മിത്രക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ ആര്യം വരുവായിട്ട് പതിക്കെ വാതിൽ തുറന്നു കൊടുക്കണം. മിത്ര റൂമിലെത്തുമ്പോ മിത്ര പറയണ്ട്, ഹാവു സമാധാനം, ഇനി വാതിൽ തുറക്കുമ്പോ മാമൻ കേക്കൊന്ന് പേടിച്ചിട്ടാണ് ആ വാതിൽ തുറന്നത്. എല്ലാം പോയിട്ട് എന്തായി, അതൊക്കെ പറയാണെങ്കിൽ ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. അതിനുശേഷം ആര്യം ചോദിക്കണ്ടല്ല, ഇവിടുത്തെ വിഷുക്കണിയൊക്കെ എങ്ങനെയുണ്ടായി, വിഷുവൊക്കെ ആഘോഷിച്ചോ? അതിനെക്കുറിച്ച് പറയാണെങ്കിൽ ഒത്തിരി ഉണ്ട് പറയാൻ എന്ന് മിത്ര പറയാണ്. ഇവിടെ വിഷുക്കണിയുടെ കൊടുക്കുന്ന സമയത്ത് ആര്യൻ അന്വേഷിച്ചു, ആര്യനില്ലെന്ന് പറഞ്ഞപ്പോ മാമനെ ഭയങ്കര വിഷമമായി. മാമൻ ഒരുപാട് പൊട്ടിത്തെറിച്ചു, ഞാൻ കരഞ്ഞു, മാമനെ ഒരുപാട് സമാധാനിപ്പിച്ചു. നീ കരഞ്ഞോ? അതൊന്നും കുഴപ്പമില്ല ആര്യ, പെട്ടെന്ന് ആര്യനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കൊള്ളാലോ, എനിക്ക് വേണ്ടി കരയാനൊക്കെ ഒരാളുള്ളത് എന്ത് സുഖമാണെന്ന് അറിയാവോ, ഭയങ്കര സന്തോഷമുണ്ട് എന്ന് ആര്യം പറയാണ്. അതൊക്കെ പോട്ടെ, ആര്യന്റെ വിശേഷം പറ, അതൊക്കെ ഞാൻ കുളിച്ചു വന്ന് ഫ്രഷ് ആയിട്ട് വന്ന് പറയാം എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആര്യം കുളിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് കുളിമുറിലേക്ക് പോണ സമയത്ത് കട്ടിലൊരു ഡ്രസ്സും അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കവറും ഒരു 100 രൂപയും ഇരിക്കണ കാണോട്ടോ. അത് ശരിക്കും മിത്രയുടെയാണ്. പക്ഷെ ആര്യന് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ആര്യം വിചാരിക്കും ആര്യന്റെ വിഷുക്കൈ നീട്ടോ അതുപോലെ തന്നെ വിഷു ഡ്രസ്സും ആണെന്ന് വിചാരിച്ചിട്ട് ആര്യ സന്തോഷത്തോടു കൂടി തന്നെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.